ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുന്നു എന്നും കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജാപ്പാനീസ് ലവ് സ്റ്റോറിയുമായിട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ആനിമേഷൻ സിനിമ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ജൂണിലെ നല്ല മഴയുള്ള ഒരു ദിവസം ജപ്പാൻ നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. നമ്മുടെ നായകൻ ടക്കാവോ അക്കിസൂക്കി ട്രെയിനിൽ നിന്നും ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ വാതിക്കൽ വന്ന് നിൽക്കുകയാണ്, മഴ ആസ്വദിച്ചുകൊണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ നായകൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിൽ മഴ പുള്ളിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ക്ലാസ്സിൽ പോവാതെ ഒരു ഗാർഡനിൽ പോയിരിക്കുകയാണ് നമ്മുടെ നായകൻ ചെയ്യാറ്. അവിടെ പോയി വെറുതെ ഇരിക്കുകയല്ല, നമ്മുടെ നായകന് ഒരു ഷൂ ഡിസൈനർ ആവണമെന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡനിൽ പോയി ഇരുന്നിട്ട് കുറെ ഷൂവിന്റെ മോഡലുകളൊക്കെ ഡിസൈൻ ചെയ്യുകയാണ് പുള്ളിക്കാരന്റെ പണി. അങ്ങനെ അന്ന് നായകൻ ആ ഗാർഡനിലേക്ക് പോയ സമയത്ത് താൻ എപ്പോഴും ഇരിക്കുന്ന ബെഞ്ചിൽ മറ്റൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അവളാണ് നമ്മുടെ കഥയിലെ നായിക. നമ്മുടെ അക്കിസൂക്കി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ നായിക അവിടെ നിന്നും കുറച്ച് നീങ്ങിയിരിക്കുന്നു. അങ്ങനെ അക്കിസൂക്കി എപ്പോഴത്തെയും പോലെ തന്റെ ഷൂ ഡിസൈനിങ് വർക്കുകൾ തുടങ്ങി. ഓരോരോ ഷൂ മോഡലുകളൊക്കെ അവൻ കൊണ്ടുവന്നിരിക്കുന്ന ബുക്കിൽ വരച്ചിടുന്നു. ആ സമയത്ത് നമ്മുടെ നായികയെ അടിമുതൽ മുടി വരെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. നായികയാവട്ടെ കയ്യിലൊരു ബിയർ ബോട്ടിലും പിടിച്ച് സമീപത്ത് നിരവധി ചോക്ലേറ്റുകളും വെച്ചാണ് ഇരിക്കുന്നത്. എന്ത് ജന്മ ഇത്, രാവിലെ തന്നെ ബിയർ അടിക്കുന്നു എന്ന് അക്കിസൂക്കി മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ ചിത്രം വരച്ച് അത് മായ്ച്ചൊക്കെ ചെയ്യുന്നതിനിടയിൽ അവന്റെ റബ്ബർ താഴേക്ക് വീഴുന്നു. നമ്മുടെ നായികയാണ് അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഓ താങ്ക് യു. അല്ല, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അക്കിസൂക്കി നായികയോട് ചോദിക്കുന്നു. ഏയ് ഇല്ലല്ലോ എന്ന് നായിക മറുപടി പറയുന്നു. ഓ ആണോ, അങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, സോറി എന്ന് അക്കിസൂക്കി മറുപടി പറയുന്നു. എന്നിട്ട് അവൻ വീണ്ടും ഷൂവിന്റെ പിക്ചറൊക്കെ വരക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ നായിക അക്കിസൂക്കിയുടെ യൂണിഫോമും അതിന് മുകളിലുള്ള ലോഗോയും ഒക്കെ ശ്രദ്ധിക്കുന്നത്. അത് നോക്കിയ ശേഷം നായിക അക്കിസൂക്കിയോട് പറയും, നന്നായിട്ട് ഇടിയും മഴയും ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അധിക നേരം ഇവിടെ ഇരിക്കേണ്ട, വേഗം പോവാൻ നോക്ക് എന്നും പറഞ്ഞ് നായിക അവിടെ നിന്നും പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് അക്കിസൂക്കിയുടെ വീടാണ് നമ്മളെ കാണിക്കുന്നത്. അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിയുന്നത് അക്കിസൂക്കി തന്നെയാണ്. ആ സമയത്ത് അക്കിസൂക്കിയുടെ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു. അമ്മ എവിടെ പോയെന്ന് ചേട്ടൻ അക്കിസൂക്കിയോട് ചോദിക്കുന്നു. അമ്മ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് നമ്മളെ വിട്ട് പോയെന്ന് അക്കിസൂക്കി ചേട്ടനോട് മറുപടി പറയുന്നു. ലെറ്റർ എഴുതി വെച്ചിട്ട് പോവാനോ എന്ന് ചേട്ടനും അത്ഭുതപ്പെടുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് രണ്ടുപേരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് ചേട്ടൻ അക്കിസൂക്കിയോട് പറയും, ഒരു മാസം കഴിയുമ്പോൾ ഞാനും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്, അതുപറ്റി ഒറ്റക്കാണോ എന്ന് അക്കിസൂക്കി ചോദിക്കുന്നു. ഇല്ല, എന്റെ കാമുകിയോടൊപ്പം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ് എന്ന് ചേട്ടൻ മറുപടി പറയുന്നു. ആ വെറുതെ അല്ല അമ്മ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത് എന്ന് അക്കിസൂക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു. അതൊന്നുമല്ല, അമ്മയോട് ഞാൻ രാത്രി ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ആ സമയത്ത് അമ്മയും കുറച്ച് ദേഷ്യപ്പെട്ടിരുന്നു. അമ്മ വെള്ളടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനും എന്റെ കാമുകനൊപ്പം പോവുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് ചേട്ടൻ മറുപടി പറയുന്നു. വെറുതെ അല്ല, ഇതൊക്കെ തന്നെ കാര്യം. അങ്ങനെ അമ്മ കാമുകന്റെ കൂടെ പോയതായിരിക്കുമെന്ന് അക്കിസൂക്കിയും ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ തന്റെ ഷൂ ഡിസൈനിങ് പണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അക്കിസൂക്കിയുടെ ചേട്ടൻ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അക്കിസൂക്കിയും കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അക്കിസൂക്കി എഴുന്നേൽക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. മഴ പെയ്ത പിന്നെ അക്കിസൂക്കിയുടെ കാര്യം പറയണ്ടല്ലോ, ക്ലാസ്സിലൊന്നും പോകില്ല, നേരെ ഗാർഡനിലേക്ക് പോകും. പതിവ് തെറ്റിക്കാതെ അക്കിസൂക്കി ഗാർഡനിലേക്ക് പോകുന്നു. നമ്മുടെ നായികയും അവിടെ ഇരിപ്പുണ്ട്. അക്കിസൂക്കിയെ കണ്ട ഉടനെ തന്നെ നായിക ഹലോ പറയുന്നു. തിരിച്ചൊരു ഹലോ പറഞ്ഞിട്ട് അക്കിസൂക്കി ഷൂ ഡിസൈനിങ്ങിന് വേണ്ട ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആ സമയത്ത് നായിക അക്കിസൂക്കിയോട് ചോദിക്കും, അല്ല നിനക്കിന്ന് സ്കൂളില്ലേ? മറുപടിയായിട്ട് അക്കിസൂക്കി പറയും, നിങ്ങൾക്കെന്താ ഇന്ന് ജോലിയില്ലേ? ഇല്ല, ജോലി സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്ന് നായിക മറുപടി പറയുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ഈ രാവിലെ തന്നെ ബിയർ അടിക്കുന്നത്? അത് ആരോഗ്യത്തിന് നല്ലതല്ല, നിങ്ങൾക്ക് അറിയാലോ. അതിന് പകരം വല്ല സ്നാക്സോ മറ്റോ കഴിച്ചൂടെ എന്ന് അക്കിസൂക്കി നായികയോട് ചോദിക്കുന്നു. നീ ആള് കൊള്ളാലോ, ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിന് ഈ കാര്യങ്ങളൊക്കെ അറിയോ? എന്റെ അമ്മ കുടിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് അവൻ മറുപടി പറയുന്നു. എന്റെ കയ്യിലും ഒരുപാട് സ്നാക്സ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നായിക അവളുടെ കയ്യിലുള്ള ചോക്ലേറ്റുകൾ എടുത്ത് അക്കിസൂക്കിക്ക് കൊടുക്കുന്നു. അക്കിസൂക്കിക്കാണെങ്കിൽ ചോക്ലേറ്റ്സ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നായിക കൊടുത്ത ചോക്ലേറ്റ് അക്കിസൂക്കി നിരസിക്കുന്നു. അതിനുശേഷം അക്കിസൂക്കി തനിക്ക് പോകാനുള്ള സമയമായെന്നും പറഞ്ഞ് നായികയോട് ബൈ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം രാവിലെയും അക്കിസൂക്കി നേരത്തെ തന്നെ ഗാർഡനിലെത്തി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നാലെ വന്ന നമ്മുടെ നായിക
അക്കിസൂക്കി വരയ്ക്കുന്ന ചിത്രം കാണുന്നു. വാവ്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ നീ എന്ന് നായിക അവനോട് പറയുന്നു. എന്തിനാ ഞാൻ വരയ്ക്കുന്ന ചിത്രം നോക്കിയത്? എന്തേ നോക്കിക്കൂടെ? അല്ല അങ്ങനെയല്ല, എനിക്ക് ഒരു ഷൂ ഡിസൈനർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതിന്റെ ചിത്രങ്ങളാണ് ഞാൻ ഈ വരയ്ക്കുന്നതെല്ലാം എന്ന് അക്കിസൂക്കി നായികയോട് പറയുന്നു. അതിനിപ്പോ എന്താ, നീ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു, അതിപ്പം ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ എന്ന് നായിക അവനോട് പറയുന്നു. അതിനുശേഷം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് നായിക അവൾ കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഉടനെ തന്നെ അക്കിസൂക്കി നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്നും പറഞ്ഞ് അവൻ വേഗം തന്നെ നായികയുടെ ലഞ്ച് ബോക്സിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. എടുക്കല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. ഓഹ്, ശോകം, വായിൽ വെക്കാൻ പോലും പറ്റാത്തത്ര മോശമായ ഫുഡ്. എന്നെ നോക്കൊന്നും വേണ്ട, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, അത് പറയുന്നതിന് മുമ്പേ നീ എടുത്ത് തിന്നിട്ടല്ലേ എന്നും പറഞ്ഞ് നായിക അക്കിസോക്കിക്ക് വെള്ളം കൊടുക്കുന്നു. ഇങ്ങനെ ദിവസവും ഗാർഡനിലേക്ക് വരുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, വരുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, വരുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, റിപ്പീറ്റ്. ഇത് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. നമ്മുടെ അക്കിസൂക്കിയെ പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ നായികയ്ക്കറിയാം. എന്നാൽ നായികയെ പറ്റിയുള്ള ഒരു കാര്യവും അക്കിസൂക്കിക്ക് ഇപ്പോഴും അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പോട്ടെ, പേര് പോലും അക്കിസൂക്കിക്ക് അറിയില്ല. നമ്മുടെ നായികയുടെ ജീവിതം വളരെ ഏകാന്തമായും ശോകമായിട്ടുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നായികക്ക് ആ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതും അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഗാർഡനിലേക്ക് വന്നിരിക്കുന്നതും. അതുമാത്രമല്ല, നായികയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. റീസെന്റ് ആയിട്ട് അത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഇപ്പൊ അയാൾ എക്സ് ബോയ് ഫ്രണ്ട് ആണ് കേട്ടോ. ഇവരെങ്ങനെയാണ് ബ്രേക്കപ്പ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ കുറച്ചുപേര് ചെന്ന് നമ്മുടെ നായികയെ പറ്റി അനാവശ്യമായ കുറെ കാര്യങ്ങൾ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുന്നു. അവൻ അതൊക്കെ വിശ്വസിച്ച് നമ്മുടെ നായികയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഒരു മരയുള്ള തന്നെ അല്ലേ, വല്ലവരും പറയുന്നത് കേട്ടിട്ട് പെണ്ണിനെ ഉപേക്ഷിക്കാൻ നിൽക്കുന്നു. അല്ല, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ പുരാണത്തിലും ഉണ്ട്. അവരൊക്കെ ദൈവങ്ങളാണ്. അതെന്തോ ആവട്ടെ. അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആരോ പരിചയമില്ലാത്ത ഒരാൾ വിളിക്കുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജൂലൈ മാസവും വരുന്നു. നമ്മുടെ നായിക അക്കിസൂക്കിക്ക് ഒരു ബുക്ക് സമ്മാനമായി നൽകുന്നു. എങ്ങനെയാണ് മെൻസ് ഷൂ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു ബുക്ക്. വാവ്, താങ്ക് യു, ഇത് വാങ്ങണമെന്ന് ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു എന്ന് അക്കിസൂക്കി നായികയോട് പറയുന്നു. പക്ഷെ ഞാനിപ്പോ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഷൂ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അളവുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് അക്കിസൂക്കി പറയുന്നു. ഒരല്പനേരം ചിന്തിച്ച ശേഷം നായിക തന്റെ ഷൂ അഴിച്ച് തന്റെ കാലുകൾ അക്കിസൂക്കിക്ക് നേരെ നീട്ടിവെക്കുന്നു. അത് കണ്ടപ്പോ ആദ്യം അക്കിസൂക്കി അന്തം വിട്ടു പോകുന്നു. പക്ഷെ പിന്നീട് നായികയുടെ കാലുകളുടെ മെഷർമെന്റ് തന്നെ അക്കിസൂക്കി തന്റെ ഷൂസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോ മഴക്കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോ മഴയൊന്നും പെയ്യുന്നുമില്ല. നമ്മുടെ നായകൻ അക്കിസൂക്കി ആവട്ടെ ക്ലാസ്സുകൾ കട്ട് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കി ഡെയിലി ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. മഴയുണ്ടെങ്കിൽ മാത്രമേ പുള്ളി കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ആഗസ്റ്റ് മാസവും വന്നെത്തി. അക്കിസൂക്കിയുടെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ലിവിംഗ് ടുഗദർ ലൈഫ് ആസ്വദിക്കുന്നതിന് വേണ്ടി പോകുന്നു. അക്കിസൂക്കി ആവട്ടെ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, വൈകുന്നേരം തിരിച്ചു വന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, രാത്രി വന്ന് ഷൂ ഡിസൈനിങ് ചെയ്യുന്നു. എന്നിങ്ങനെ തന്റെ ജോലികളിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ആ ഗാർഡനിലേക്ക് ഇപ്പോ അവൻ പോവാറേയില്ല. നമ്മുടെ നായികയാവട്ടെ ദിവസവും ഗാർഡനിൽ പോവും. അക്കിസൂക്കിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷെ അവൻ അങ്ങോട്ടേക്ക് വരാറേയില്ല. അക്കിസൂക്കി കാരണമാണ് കുറച്ചു നാളെങ്കിലും നായിക ബിയർ കുടിക്കുന്നത് നിർത്തിയിരുന്നത്. ഇപ്പോ അത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസവും വന്നെത്തി. ഒരു ദിവസം നമ്മുടെ അക്കിസൂക്കി സ്കൂൾ വരാന്തയിലൂടെ കൂട്ടുകാരോടൊപ്പം നടക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ നായിക അവരെ ക്രോസ് ചെയ്തുകൊണ്ട് ആ കോറിഡോറിലൂടെ പോകുന്നു. നമ്മുടെ നായകനും നായികയും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത്ഭുതപ്പെട്ടു പോകുന്നു. നമ്മുടെ അക്കിസൂക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ്, യുക്കിനോ മാം നിങ്ങൾ ഈ സ്കൂൾ വിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നായികയുടെ അടുത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടം കുട്ടികൾ അവിടെ എത്തി. മാം ഈ സ്കൂൾ വിട്ട് പോകല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് നായികയുടെ ചുറ്റും കൂടുന്നു. അക്കിസൂക്കിയുടെ മറ്റൊരു ഫ്രണ്ട്, ഓ ഇന്ന് യുക്കിനോ മാം സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അവന്റെ പിന്നിൽ വന്ന് പറയുന്നു. ഇതും കൂടി കേട്ടപ്പോൾ നമ്മുടെ അക്കിസൂക്കിക്ക് ഒന്നും മനസ്സിലാവാതായി. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കിസൂക്കി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് 27 വയസ്സുള്ള നമ്മുടെ നായിക യുക്കിനോ ഒരു ടീച്ചറായി ജോലി ചെയ്തിരുന്നത്. അക്കിസൂക്കി തന്റെ ഫ്രണ്ട്സിനോട്, ഡേ ആ ടീച്ചർ ആരാടാ? ഓ അതോ, അതാണ് യുക്കിനോ മാം, എനിക്ക് അവരെ അറിയില്ലേ? ഞങ്ങൾക്ക് ലിറ്ററേച്ചർ ക്ലാസ്സിന് വരുന്നത് യുക്കിനോ മാം ആണ്. അപ്പൊ ഞങ്ങൾക്കോ എന്ന് അക്കിസൂക്കി ചോദിക്കുന്നു. നീ വേറെ ബ്രാഞ്ചല്ലേ, അപ്പൊ വേറെ മാഡം ആയിരിക്കും വരുന്നത് എന്ന് കൂട്ടുകാരി മറുപടി പറയുന്നു. അല്ല അതുപോട്ടെ, എന്നാലും ഞാൻ എപ്പോഴെങ്കിലും സ്കൂളിൽ വെച്ച് പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ടാവണ്ടേ? ഞാൻ ഇതുവരെ സ്കൂളിൽ വെച്ച് അവരെ കണ്ടിട്ടില്ല. അയ്യാട്ടാ, സ്കൂളിൽ വെച്ച് കാണാൻ നീ സ്കൂളിലേക്ക് ഇപ്പോഴല്ലേ വരുന്നത്, പിന്നെ എങ്ങനെ കാണാൻ എന്ന് കൂട്ടുകാരൻ കളിയാക്കുന്നു. യുക്കിനോ മാം നല്ലൊരു ടീച്ചറായിരുന്നു. പക്ഷെ അവർക്കിപ്പോ ഈ സ്കൂള് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടം വിട്ട് പോവുകയാണ്. അതെന്ത് പറ്റി? ഇവിടെയുള്ള കുറെ കുട്ടികൾ പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. പുള്ളിക്കാരിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളോട് മാഡത്തെ പറ്റി എന്തൊക്കെയോ അപവാദങ്ങളൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ടീച്ചറെ ദ്രോഹിച്ച ആ കുട്ടികളുടെ പേര് നിങ്ങൾക്ക് അറിയുമോ എന്ന് അക്കിസൂക്കി കൂട്ടുകാരോട് ചോദിക്കുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും യുക്കിനോ മാം ആ സ്കൂളിൽ നിന്ന് പോകുന്നു. അക്കിസൂക്കി ഇതെല്ലാം വിൻഡോയിലൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അക്കിസൂക്കി
അക്കിസൂക്കി ഒരു ക്ലാസ് മുറിയിലേക്ക് പോകുന്നു. അവിടെ 4-5 കുട്ടികൾ ഗ്യാങ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അക്കിസൂക്കി അവരുടെ അടുത്ത് ചെന്ന് ഇതിൽ ആരാണ് ഐസാവ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു പെണ്ണ് പറയും, ഞാനാണ്, എന്താ വേണ്ടത്? നീ കാരണമാണ് യുക്കിനോ മാം ഈ സ്കൂൾ വിട്ട് പോയത് എന്ന് അക്കിസൂക്കി അവളോട് പറയുന്നു. അവളിവിടെ ഉണ്ടായാലെന്താ പോയാലെന്താ എന്ന് ആ പെൺകുട്ടി വളരെ മോശമായി അക്കിസൂക്കിയോട് സംസാരിക്കുന്നു. ദേഷ്യം കൊണ്ട് വരച്ച അക്കിസൂക്കി അവളുടെ കാരണം നോക്കി അടി. അത് കണ്ടു നിന്ന് അവളുടെ ബോയ് ഫ്രണ്ട് അക്കിസൂക്കി എടുത്തിട്ട് പെരുമാറുന്നു. ഒരാവേശത്തിനടുത്ത് പൊട്ടിക്കുകയും ചെയ്തു, ബേഷായിട്ട് വാങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ തന്നെ മുറിവിലൊക്കെ ബാൻഡേഡ് ഒട്ടിച്ചിട്ട് അക്കിസൂക്കി ഗാർഡനിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ യുക്കിനോ നിൽപ്പുണ്ടായിരുന്നു. ഇതെന്തു പറ്റിയടാ, മുഖത്തൊക്കെ മുറിവുകൾ? കുടിച്ചിട്ട് ബോധം കെട്ടി ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ വീണു എന്ന് അക്കിസൂക്കി മറുപടി പറയുന്നു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങളെ പറ്റി തെറ്റായി പറഞ്ഞവരോട് ഞാൻ അടികൂടി. അയ്യോ സോറി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇന്നലെയാണ് നിങ്ങളൊരു ലിറ്ററേച്ചർ ടീച്ചറാണെന്ന് എനിക്ക് മനസ്സിലായത്. ഓ ആണോ? അല്ല, ഇന്ന് നീ ഇവിടെ കുറച്ചു നേരം ഉണ്ടാവുമോ എന്ന് യുക്കിനോ അക്കിസൂക്കിയോട് ചോദിക്കുന്നു. ആകാശം നല്ല തെളിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ക്ലാസ് പോവാമെന്ന് വിചാരിക്കുന്നു എന്ന് അക്കിസൂക്കി മറുപടി പറയുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഇടിമിന്നലുണ്ടാവുന്നു. അതോടുകൂടി പതിയെ മഴ പെയ്യാൻ ആരംഭിച്ചു. നല്ല കാറ്റോടുകൂടി വേനൽ മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. ആ പെരുമഴയത്ത് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ രണ്ടുപേരും നായികയുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അതിനുശേഷം നായിക അക്കിസൂക്കിയുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് ഉണക്കുകയാണ്. അവന് തൽക്കാലത്തേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കിസൂക്കി പറയും, ഐ എം ഇൻ ലവ് വിത്ത് യു, ഐ എം ക്രേസി അബൌട്ട് യു, ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ദ മൊമെന്റ് ഐ സോ യു എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് കേട്ടോ. ബാക്കിയൊക്കെ പ്രണവമോഹൻലാൽ പറഞ്ഞതാ. ഞാനൊരു ടീച്ചറാണെന്ന് നീ മറക്കരുത്. അത് മാത്രമല്ല, ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് ദൂരെ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ്. എന്നോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി എന്ന് യുക്കിനോ മറുപടിയായിട്ട് പറയുന്നു. അത് കേട്ട ഉടനെ ശരി, എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി എന്നും പറഞ്ഞ് അക്കിസൂക്കി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു. നിന്റെ യൂണിഫോം ഒന്നും ഉണങ്ങിയിട്ടില്ല, മഴയും കൂടി പെയ്യല്ലേ, അതൊക്കെ തോർന്നിട്ട് പോയാ മതി എന്ന് യുക്കിനോ അവനോട് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അക്കിസൂക്കി വേഗം യൂണിഫോമും ചേഞ്ച് ചെയ്തിട്ട് യുക്കിനോയോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. യുക്കിനോ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. അക്കിസൂക്കിയെ ആദ്യമായി കണ്ടതു മുതൽ ഓരോ കാര്യങ്ങളും യുക്കിനോ ഓർക്കുന്നു. തന്റെ ജീവിതത്തിൽ അവൻ കാരണമുണ്ടായ മാറ്റങ്ങളും യുക്കിനോ വിഷമത്തോടെ ഓർക്കുന്നു. ഇതെല്ലാം ചിന്തിച്ച് യുക്കിനോ അക്കിസൂക്കിയെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ചെരുപ്പ് പോലും ഇടാതെ അവൾ ഓടി അക്കിസൂക്കിയെ കാണാൻ പോകുന്നു. അതിനിടയിൽ കാല് വഴുതി താഴെ വീണിട്ടും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അവൾ അവിടെ നിന്നും ഓടുന്നു. നോക്കുമ്പോഴോ നമ്മുടെ അക്കിസൂക്കി അവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല. യുക്കിനോയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവനും മഴ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നായികയെ കണ്ട ഉടനെ അക്കിസൂക്കി പറയും, നോക്ക് യുക്കിന, ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്ക്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളെ ഒരുപാട് വെറുക്കുന്നു. ഞാൻ കണ്ട ആൾക്കാരിൽ വെച്ച് ഏറ്റവും മോശമായ സ്ത്രീ നിങ്ങളാണ്. രാവിലെ തന്നെ ബിയറും കുടിച്ച് ഒരു ജോലിയും ചെയ്യാതെ അലസമായി ജീവിക്കുന്ന ഒരു സ്ത്രീ. നമ്മൾ പരസ്പരം കണ്ടപ്പോൾ തന്നെ ഞാനൊരു സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ നിങ്ങളൊരു ടീച്ചറാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല. നിങ്ങൾ അക്കാര്യം എന്നോട് പറഞ്ഞതുപോലുമില്ല. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്റെ ഷൂ ഡിസൈനിങ് വർക്കിനെ പറ്റി ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളോട് മാത്രമാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ നിങ്ങളോ നിങ്ങളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തിരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിങ്ങളെ വെറുക്കുന്നതും എന്ന് അക്കിസൂക്കി കരഞ്ഞുകൊണ്ട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ യുക്കിനോ ഓടി വന്ന് അക്കിസൂക്കിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞാൻ എല്ലാ ദിവസവും കോളേജിലേക്ക് വരണമെന്ന് കരുതി തന്നെയാണ് ഇവിടെ നിന്നും ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് പേടിയാണ് അങ്ങോട്ടേക്ക് വരാൻ. ആ പേടി കാരണമാണ് ഞാൻ ആ ഗാർഡനിൽ വന്ന് ഇരിക്കുന്നത്. അവിടെ വെച്ച് നിന്നെ കണ്ടതിന് ശേഷം, നിന്നോടൊപ്പം അടുത്ത് ഇടപഴകിയതിന് ശേഷം എന്റെ ജീവിതം തന്നെ മാറി. എന്റെ ജീവിതത്തിൽ സന്തോഷം എന്നൊന്നുണ്ടായി. എന്നെ രക്ഷിച്ചത് നീയാണ്. എന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായത് നീ കാരണമാണ് എന്നും പറഞ്ഞ് യുക്കിനോ കണ്ണീരൊഴുക്കി കരയുന്നു. അക്കിസൂക്കിയും അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇരുവരും പരസ്പരം മറന്നുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് അവിടെ കുറെ നേരം നിന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ശേഷം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് അക്കിസൂക്കിയെ കാണിക്കുന്നത്. അക്കിസൂക്കിയുടെ എക്സാം റിസൾട്ടൊക്കെ വന്നു. വളരെ കുറച്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും അവൻ അവന്റെ ഷൂ ഡിസൈനിങ് വർക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. വില കൂടിയ ലെതർ ഉപയോഗിച്ച് പലതവണ അവൻ ഷൂ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ അവൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് മാത്രം നന്നായിട്ട് എൻജോയ് ചെയ്ത് കൂട്ടുകാരോടൊപ്പം അവൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും യുക്കിനോയെ പറ്റി അവൻ ഓർക്കും. അവൾ എന്ത് ചെയ്യുകയായിരിക്കും, അവൾ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവുമോ എന്നിങ്ങനെ നിരവധി ചിന്തകൾ. കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു മഞ്ഞുകാലം. നമ്മുടെ അക്കിസൂക്കി മരം കോച്ചുന്ന തണുപ്പിലൂടെ മഞ്ഞ് പെയ്യുന്ന വഴിയിലൂടെ നടന്ന് ആ ഗാർഡനിലേക്ക് വരികയാണ്. അവൻ എപ്പോഴും ചെന്നിരിക്കാറുള്ള ആ ബെഞ്ചിലേക്ക് ഇരുന്ന് യുക്കിനോ അയച്ച കത്ത് അവനെടുത്ത് വായിക്കുന്നു.
ഇവിടെ ഞാൻ സുഖമായിരിക്കുന്നു, നിനക്കവിടെ സുഖമാണെന്ന് കരുതുന്നു തുടങ്ങിയ നായികയുടെ വാക്കുകളിലൂടെ അവൻ അവന്റെ പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറുന്നു. അതിനുശേഷം താൻ നായികയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ആ ഷൂ എടുത്ത് ആ ബെഞ്ചിലേക്ക് വെച്ചിട്ട് അവൻ ദൂരേക്ക് നടന്നകലുന്നു. ഇതേ സമയം മറ്റൊരു സ്കൂളിലുള്ള നമ്മുടെ യുക്കിനോ പുറത്തേക്ക് മഞ്ഞ് പെയ്യുന്നത് നോക്കി നിൽക്കുന്നു. അവൾക്കും അക്കിസൂക്കിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മിന്നിമറഞ്ഞതുപോലെ ഇരുവരും തങ്ങളുടെ ഓർമ്മകളിൽ ഒരുമിച്ച് ചേരുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ